ഇന്നലത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. വീക്കെൻഡ് എപ്പിസോഡിലെ ജാൻമണിക്കെതിരെ ശക്തമായി സംസാരിച്ചവരിൽ ഒരാളാണ് അർജുൻ. അർജുനും ജാൻമണിയും തമ്മിൽ പുറത്തുനിന്നേ പരിചയമുണ്ട്. പക്ഷേ ആ പരിചയമൊന്നും ഗെയിമിൻ്റെ കാര്യത്തിൽ അർജുൻ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാൻമണിക്കെതിരെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ അത് ജാൻമണിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നമുക്കറിയാമല്ലോ, എതിരഭിപ്രായങ്ങൾ ഒട്ടും ഉൾക്കൊള്ളുന്ന ആളല്ല ജാൻമണി. അത് മാത്രമല്ല, പിന്നീട് അർജുൻ ചെന്നിട്ട് അത് സോൾവ് ചെയ്യാനും ഹഗ് ചെയ്യാനും ഒക്കെ പോയപ്പോൾ അതിനവർ വിസമ്മതിക്കുകയും ചെയ്തു. അർജുനെ പരോക്ഷമായിട്ട് ശപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അൻസിബയും അതുപോലെ തന്നെ നമ്മുടെ മുടിയനും ഈ ജാൻമണിയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ ശരണ്യരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ശ്രീധുവിൻ്റെ കാര്യം. അതായത് ശ്രീധുവിനോടൊന്ന് സൂക്ഷിച്ചോളാൻ പറ, പണി കിട്ടും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവൻ്റേത് എന്ന് ജാൻമണി ഈ ശരണ്യരുടെ അടുത്ത് പറഞ്ഞതായിട്ട് അൻസിബയുടെയും അതുപോലെ തന്നെ ഋഷിയുടെയും വെളിപ്പെടുത്തുന്നുണ്ട്. രണ്ടുപേരോടും പറയുന്നുണ്ട്. അപ്പോൾ ഋഷി പറയുന്നുണ്ട്, അതിനല്ലെങ്കിൽ തന്നെ ശ്രീധുവിന് ഇവിടെ എന്ത് ഗെയിമാണുള്ളത്, വെറുതെ ഇരിക്കുന്നല്ലാതെ ഒരു ഗെയിമും ഇല്ല. അപ്പോൾ അൻസിബ പറയുന്നത് ഇവിടെ സർവൈവ് ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ, അപ്പോൾ അതിന് ഇതൊരു മാർഗമായിട്ട് ഉപയോഗിക്കുമായിരിക്കും. അപ്പോൾ ജാൻമണി പറയുന്നത് അതിന് ഞാൻ സമ്മതിക്കില്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ജാൻമണി പറയുന്നത്. സോ ഈ അർജുൻ ശ്രീധു ഒന്നിച്ചൊരു കോംബോ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് ഇപ്പോൾ തന്നെ പാരകൾ പണിയാൻ പലരും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനോടകം തന്നെ അപ്സരയ്ക്കും ശരണ്യയ്ക്കും അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. അതിനിടയിലാണ് ഇപ്പോൾ നമ്മുടെ ജാൻമണി, അൻസിബ, മുടിയൻ ഗ്യാങ്ങും അതിന് എഗെയിനിസ്റ്റായിട്ട് വരുന്നത്. അർജുൻ പാടുപെടും മോനെ രക്ഷപ്പെട്ടു പോകണമെങ്കിൽ. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.